ഹലോ. ഈ മോട്ടിവേഷണൽ സ്പീക്കിംഗ് എന്ന് പറയുന്നത് വളരെയധികം ബിസിനസ് സാധ്യതയുള്ള ഒരു മേഖലയാണ്. നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള കഴിവും തൻ്റെ കഴിവിൽ ആത്മവിശ്വാസവും പിന്നെ നല്ലൊരു വോയിസ് മോഡുലേഷനും ഉണ്ടെങ്കിൽ ആർക്കും മോട്ടിവേഷണൽ സ്പീക്കർ ആവാം. ഭാവിയെപ്പറ്റി ഉത്കണ്ഠപ്പെടുന്ന തൻ്റെ ജീവിതം ഇനി എന്താവുമെന്ന് ആശങ്കപ്പെട്ട് കിടക്കുന്ന ഒരു യുവതലമുറ ഉള്ളപ്പോൾ ഈ മോട്ടിവേഷണൽ സ്പീക്കിങ്ങിൻ്റെ ബിസിനസ് സാധ്യത കൂടും. ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ഇന്ത്യയിലെ തന്നെ രണ്ട് ലീഡിംഗ് ആയിട്ടുള്ള മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് തമ്മിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും കോർട്ടിലും നടക്കുന്ന ഒരു യുദ്ധത്തെ പറ്റി നിങ്ങളോട് സംസാരിക്കാനാണ്. പിന്നെ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ട്, വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും ഒരു നല്ല കാര്യമായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഡോക്ടർ വിവേക് ബിന്ദ്രയും സന്ദീപ് മഹേശ്വരിയും, ഇവർ രണ്ടുപേരും ഇന്ത്യയിലെ തന്നെ ലീഡിംഗ് ആയിട്ടുള്ള മോട്ടിവേഷണൽ സ്പീക്കേഴ്സാണ്. ഇതിൽ വിവേക് ബിന്ദ്ര എന്നത് ഒരു ബിസിനസ് കോച്ചും ബിസിനസ് ഗൈഡും ഒക്കെയാണെന്നാണ് പറയുന്നത്. ഈ വിവേക് ബിന്ദ്രയ്ക്ക് അറൗണ്ട് 3 കോടിയോളം സബ്സ്ക്രൈബേഴ്സാണ് യൂട്യൂബിലുള്ളത്. സന്ദീപ് മഹേശ്വരിക്ക് 2.25 കോടിയോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് യൂട്യൂബിൽ. അപ്പോൾ ഇവർ രണ്ടുപേരെയും യുവതി യുവാക്കൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന, കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന, അവരുടെ പ്രോഗ്രാംസ് എല്ലാം അറ്റൻഡ് ചെയ്യപ്പെടുന്ന 2 മോട്ടിവേഷണൽ സ്പീക്കേഴ്സാണ്. ഇതിൽ വിവേക് ബിന്ദ്രയെ പറ്റി നിങ്ങൾ റീസെൻ്റ്ലി കേട്ടിട്ടുണ്ടാവും. ഡൊമസ്റ്റിക് അബ്യൂസിന് ന്യൂസുകളിൽ വന്ന വ്യക്തിയാണ് വിവേക് ബിന്ദ്ര. അതിൻ്റെ വീഡിയോയും വന്നിട്ടുണ്ടായിരുന്നു. ഭാര്യയെ പബ്ലിക് സ്പേസിൽ വെച്ച് ഒരു ഗേറ്റിന് സമീപം വെച്ച് മർദ്ദിക്കുന്നതിൻ്റെ വീഡിയോയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിവേക് ബിന്ദ്രയെ പറ്റി ന്യൂസ് വായിച്ചിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ തർക്കത്തിന്, വഴക്കിന്, സോഷ്യൽ മീഡിയയിലെ പബ്ലിക് വിഴുപ്പലക്കലിന് കാരണമായത് സന്ദീപ് മഹേശ്വരിയുടെ പ്രോഗ്രാമിന് വന്ന ഒരു പയ്യൻ്റെ കംപ്ലൈൻ്റ് ആണ്. സന്ദീപ് മഹേശ്വരിയുടെ മോട്ടിവേഷണൽ സ്പീക്കിംഗ് കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ വന്നൊരു പയ്യൻ പറഞ്ഞത് താൻ വലിയ വില കൊടുത്ത ഒരു ബിസിനസ് കോഴ്സ് വാങ്ങിയെന്നും ആ കോഴ്സ് കൊണ്ട് ഉപയോഗം വന്നില്ല. അതിനെ തുടർന്ന് ആ കോഴ്സ് നടത്തിയ ആളെ, അല്ലെങ്കിൽ ആ കോഴ്സിൻ്റെ നടത്തിയ ഓർഗനൈസേഷനെ റീഫണ്ടിനായിട്ട് അപ്രോച്ച് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഈ കോഴ്സ് തന്നെ അറൗണ്ട് 50,000 മറ്റോ സ്പെൻഡ് ചെയ്തായിരുന്നു ആ കോഴ്സിന്. ആ കോഴ്സ് മറ്റു 2 പേർക്കോ 3 പേർക്കോ വിറ്റാൽ അതിൻ്റെ കമ്മീഷൻ തനിക്ക് എടുക്കാം. അങ്ങനെ ആ കോഴ്സിന് നഷ്ടമായ തുക റീഫണ്ട് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ തിരിച്ചു പിടിക്കാമെന്നാണ് അവർ അഡ്വൈസ് ചെയ്തത്. അതായത് MLM, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, കാലാതീതമായിട്ട് പലരും ഉപയോഗിച്ച് ഇപ്പോഴും ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണല്ലോ ഈ MLM എന്ന് പറയുന്നത്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. നിങ്ങൾ ഒരാളെ നിങ്ങൾ 3 പേരെ ചേർക്കുക, ആ 3 പേർക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നതിന് ലാഭം നിങ്ങൾക്ക് കിട്ടും, അതിൽ മാക്സിമം ലാഭം കമ്പനി കൊണ്ടുപോകുന്നുള്ള യാഥാർത്ഥ്യം അവസാനം എത്തുമ്പോൾ കമ്പനി പൊടിയും തട്ടിപ്പോകും. അതാണല്ലോ MLM. ആ MLM-ലൂടെ നിനക്ക് നഷ്ടമായ തുക റീഫണ്ടായിട്ട് വാങ്ങാമെന്നാണ് ഈ കോഴ്സ് കൊടുത്തവർ പറഞ്ഞത്. ഇങ്ങനെ MLM നടത്താനാണെങ്കിൽ ഈ കോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. എന്തായാലും ഈ പയ്യനോ സന്ദീപ് മഹേശ്വരിയോ ഇത് ആര് നടത്തിയ കോഴ്സാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കോഴിയെ കട്ടവൻ്റെ തലയിൽ പപ്പും പൂടി എന്ന് പറഞ്ഞ പോലെ ഈ പ്രോഗ്രാം റിലീസായതിനു ശേഷം, യൂട്യൂബിൽ വന്നതിന് ശേഷം, വിവേക് ബിന്ദ്രയുടെ ഓഫീസിൽ നിന്ന് സന്ദീപ് മഹേശ്വരിക്ക് ഒരു ലീഗൽ നോട്ടീസ് ലഭിച്ചു. തന്നെ മാനനഷ്ടത്തിന് വിവേക് ബിന്ദ്ര കേസ് കൊടുത്തു. അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള വഴക്ക് പൊതുമധ്യത്തിലേക്ക് വരുന്നത്. അപ്പോൾ വിവേക് ബിന്ദ്രയുടെ പേരോ മറ്റു കാര്യങ്ങളോ കോഴ്സ് ഏതാണെന്നോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സന്ദീപ് മഹേശ്വരി. അപ്പോൾ കൂടുതൽ ജനങ്ങൾക്ക് മനസ്സിലായി ഈ പയ്യൻ അറ്റൻഡ് ചെയ്ത കോഴ്സ് 10 days MBA എന്നൊരു കോഴ്സ് കൊടുക്കുന്നുണ്ട് വിവേക് ബിന്ദ്ര. 10 ദിവസം കൊണ്ട് എന്ത് MBA ആണ് കൊടുക്കുന്നതെന്ന് ബിന്ദ്രയ്ക്കും സംഘത്തിന് മാത്രമേ അറിയൂ. ആ കോഴ്സ് ചെയ്ത ഉടൻ ലക്ഷങ്ങൾ ശമ്പളം കിട്ടുന്ന, 1 ലക്ഷം മുതൽ 20 ലക്ഷം വരെ ശമ്പളം കിട്ടുന്ന ജോലി കിട്ടുമെന്നാണ് ബിന്ദ്ര വാഗ്ദാനം ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ വാഗ്ദാനം ചെയ്യുന്നത്. അങ്ങനെ 1 ലക്ഷത്തിനും 20 ലക്ഷത്തിനും ഇടയ്ക്ക് ശമ്പളം കിട്ടുമായിരുന്നെങ്കിൽ ബിന്ദ്രയ്ക്ക് തന്നെ ജോലി ചെയ്യാൻ ആൾക്കാരെ കിട്ടുമായിരുന്നില്ലല്ലോ. അവിടെ ജോലി ചെയ്യുന്നവരെ തന്നെ ഈ 10 ദിവസത്തെ കോഴ്സും ചെയ്തിട്ട് ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിപ്പോകില്ലായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. അത് ഈ ഭാവിയെപ്പറ്റി ഉത്കണ്ഠപ്പെട്ട് നിൽക്കുന്ന, ഭാവി എന്താവുന്നുള്ള ആങ്സൈറ്റി ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന യുവതലമുറയ്ക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ആ ചോദ്യങ്ങൾ മനസ്സിൽ വരികയുമില്ല. അപ്പോൾ നമുക്ക് ഈ വിവേക് ബിന്ദ്ര അഥവാ ഡോക്ടർ വിവേക് ബിന്ദ്ര ആരാണെന്ന് നോക്കാം. ഈ ഡോക്ടർ വിവേക് ബിന്ദ്രയ്ക്ക് ഡോക്ടറേറ്റ് കിട്ടിയിരിക്കുന്നത് ഫിലോസഫിയിലാണ്. ആ ഡോക്ടറേറ്റ് കൊടുത്തിരിക്കുന്നത് ഓപ്പൺ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ കോംപ്ലിമെന്ററി മെഡിസിൻ. ഓപ്പൺ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ കോംപ്ലിമെന്ററി മെഡിസിൻ, കൊളംബോ, ശ്രീലങ്കയാണ്. അതായത് കൊളംബോ, ശ്രീലങ്കയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും ഇത് ഹെൽത്ത് ആൻഡ് മെഡിസിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അവിടെ ഫിലോസഫിയുടെ PhD ഡോക്ടറേറ്റ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന്
എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. എന്തായാലും ഇതൊരു വാഴക്കുല ഡോക്ടറേറ്റ് ആവാൻ സാധ്യത വളരെയധികം ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ഓപ്പൺ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ കോംപ്ലിമെന്ററി മെഡിസിൻ എങ്ങനെയാണ് ഫിലോസഫിക്ക്, ആ ഫീൽഡിൽ പെടാത്ത ഫിലോസഫിക്ക് എങ്ങനെയാണ് ഡോക്ടറേറ്റ് കൊടുക്കുന്നത്? അപ്പോൾ ഈ ഡോക്ടർ വിവേക് ബിന്ദ്ര പ്രശസ്തനാവാൻ തുടങ്ങിയത് 2014-15 കാലഘട്ടം മുതലാണ്. അപ്പോൾ മുതലാണ് അദ്ദേഹം ഒരു ബിസിനസ് എക്സ്പേർട്ട്, ബിസിനസ് ഗൈഡൻസ് ഗുരു ആയി മാറിയത്. അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാദപ്രകാരം മാരുതി പോലുള്ള വലിയ കമ്പനികൾക്ക് ലാഭം കൂട്ടാൻ, ലാഭം 10 മടങ്ങാക്കാൻ സഹായിച്ചത് ഇദ്ദേഹത്തിന്റെ ഗൈഡൻസ് ആണ്, ഇദ്ദേഹത്തിന്റെ സ്ട്രാറ്റജീസ് ആൻഡ് പ്ലാനിങ്. അതാണ് മാരുതി പോലുള്ള വലിയ കമ്പനികൾക്ക് ഒരു മുതൽക്കൂട്ടായതും അവരുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റ് റേഷ്യോ വളരാൻ കാരണമായതും. അങ്ങനെ കുറേ വലിയ കമ്പനികളെ പിന്നെയും വലുതാക്കിയതിന് ശേഷം അദ്ദേഹത്തിന് തോന്നി ചെറിയ ചെറിയ കമ്പനികൾക്ക് വേണ്ടി എൻ്റെ സർവീസ് കൊടുക്കണം, എൻ്റെ സഹായം കൊടുക്കണമെന്ന് തോന്നി. അതിനെ തുടർന്ന് അദ്ദേഹം ചെറിയ കമ്പനികളെ വലുതാക്കാൻ വേണ്ടി, ചെറിയ കമ്പനികൾക്ക് തൻ്റെ ഉപദേശത്തിലൂടെയും ബിസിനസ് സ്ട്രാറ്റജീസിലൂടെയും വലുതാക്കാൻ വേണ്ടി ബഡാ ബിസിനസ് എന്നൊരു കമ്പനി സ്ഥാപിച്ചു. അതിനുശേഷം അദ്ദേഹം ചെറിയ ചെറിയ കമ്പനികൾക്ക് സഹായം കൊടുത്തുകൊണ്ടിരിക്കുന്നു, അതായത് ബിസിനസ് ഗൈഡൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിനിടയ്ക്ക് കുഞ്ഞു പിള്ളേർക്ക്, യൂത്തിന്, ഫ്യൂച്ചർ ലക്ഷങ്ങളുടെ ശമ്പളം വാങ്ങുന്ന ജോലി കിട്ടാൻ വേണ്ടി ഈ 10 days MBA എന്നൊരു കോഴ്സും കൊടുക്കുന്നുണ്ട്. അതിനെപ്പറ്റിയാണ് മുൻപ് പറഞ്ഞ പയ്യൻ കംപ്ലൈൻറ്റ് ചെയ്തത്. ഇദ്ദേഹം ഇതുപോലുള്ള പരിപാടി ചെയ്യുന്ന ആദ്യത്തെ ആളല്ല, അവസാനത്തെ ആളാവാൻ യാതൊരു ചാൻസും ഇല്ല. ഇതുപോലെ ഇനിയും ആൾക്കാർ ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം തൊഴിലില്ലായ്മ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഭാവിയെ പറ്റിയുള്ള ചിന്ത, ടെൻഷൻ, ആങ്സൈറ്റി ആൾക്കാർക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കൂടി ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ജോലിക്കാര്യം എന്താവും എന്നുള്ള കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ സ്ഥാപകനായ സാം ആൾട്ട്മാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, AI കൺട്രോൾ ചെയ്യണം അല്ലെങ്കിൽ മനുഷ്യരാശിക്ക് തന്നെ പ്രശ്നമാകാൻ പോകുന്ന ഒരു സംഭവമായിരിക്കും. എന്തായാലും ഈ ഉത്കണ്ഠ, ഈ ചിന്ത, ഈ ടെൻഷൻ കൂടുന്നതിനനുസരിച്ച് ഇത്തരം ആൾക്കാർക്കുള്ള ചാൻസും കൂടി വരും. ഇതിന് മുൻപ് ഇതേപോലെ ഒന്ന് കേട്ടത് 2014 2014 വരേക്കും മാനേജ്മെന്റ് എക്സ്പെർട്ട്, ബിസിനസ് മാനേജ്മെന്റ് എക്സ്പെർട്ട് എന്നറിയപ്പെട്ടിരുന്ന അരിന്ദം ചൗധരി. ഈ 2000 തുടക്കം മുതലാണ് ഞാൻ അദ്ദേഹത്തിന്റെ പേര് കേട്ടു തുടങ്ങിയത്. മാനേജ്മെന്റ് എക്സ്പേർട്ട്, ബിസിനസ് കോഴ്സുകളുടെ വിദഗ്ധൻ ഒക്കെ ആയിരുന്നു. IIPM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാനിങ് ആൻഡ് മാനേജ്മെന്റിന്റെ മേധാവിയായിരുന്നു. അത് സ്ഥാപിച്ചത് അദ്ദേഹത്തിന്റെ ഫാദറായ മലൈ ചൗധരി ആയിരുന്നു അത് സ്ഥാപിച്ചത്. മകനായ അരിന്ദം ചൗധരി അത് ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു. എന്തായാലും ഇന്ത്യൻ ബിസിനസ് രംഗത്തെ, ബിസിനസ് മാനേജ്മെന്റ് കോഴ്സുകളുടെ രംഗത്ത് തിളങ്ങി നിന്ന നക്ഷത്രമായിരുന്നു അരിന്ദം ചൗധരി. അരിന്ദം ചൗധരിയെ 2014 ഡൽഹി ഹൈക്കോടതി IIPM പൂട്ടിക്കെട്ടാൻ പറഞ്ഞു. അതിന് കാരണം വേറൊന്നുമല്ല, IIPM കൊടുക്കുന്ന കോഴ്സുകൾക്ക് യാതൊരു അടിസ്ഥാനമോ യാതൊരു അക്രഡിറ്റേഷനോ ഇല്ലായിരുന്നു എന്നാണ്. അതിനു മുമ്പ് തന്നെ UGCയും AICTEയും പറഞ്ഞിരുന്നു, IIPMന്റെ കോഴ്സിന് ഞങ്ങളുടെ സാധ്യതയില്ല, ഞങ്ങൾ അക്നോളജ് ചെയ്യുന്നില്ല, ഞങ്ങൾ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല എന്ന്. എന്നാൽ അരിന്ദം ചൗധരി പറഞ്ഞു ഇതിന് ഇന്റർനാഷണൽ റെക്കഗ്നീഷൻ ഉണ്ട്, ഇന്റർനാഷണലി അക്നോളജ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഞങ്ങൾ കൊടുക്കുന്നത്, ബിസിനസ് കോഴ്സുകളാണ് ഞങ്ങൾ കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത്. അത് അക്നോളജ് ചെയ്ത ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷനും ഉണ്ടായിരുന്നു യാഥാർത്ഥ്യം. ഇന്റർനാഷണൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു അത് അക്നോളജ് ചെയ്തത്. അത് ബെൽജിയമിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു IMI. ഇനി കഥയിലെ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ, ഈ IMIയുടെയും സ്ഥാപകരും ഓണേഴ്സും ഈ മലൈ ചൗധരിയും മകൻ അരിന്ദം ചൗധരിയും തന്നെയായിരുന്നു എന്നതാണ്. അപ്പോൾ ഡൽഹി ഹൈക്കോടതിന്റെ വേർഡിക്റ്റിൽ കൃത്യമായി പറഞ്ഞത്, ഈ IMI പോലും ബെൽജിയം ലോസ് അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ ബെൽജിയം റെഗുലേഷൻസ് അനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്, അതുകൊണ്ട് IIPM പൂട്ടിക്കെട്ടിക്കോളൂ എന്നാണ് കോടതി പറഞ്ഞത്. അതിനെ തുടർന്ന് അവർക്ക് ഇന്ത്യയിലുടനീളമുള്ള 17ഓളം ക്യാമ്പസുകൾ പൂട്ടേണ്ടി വന്നു. അതിനുശേഷം ഡൽഹിയിൽ മാത്രമായിട്ട് അവരുടെ ക്യാമ്പസ് ഒതുക്കി. അതിനുശേഷം കോഴ്സുകൾ അവർ കണ്ടിന്യൂ ചെയ്യുന്നില്ല, അതിനുള്ള അതോറിറ്റി അവരുടെ ഇല്ല. അതിനു മുമ്പ് 2009 മറ്റോ അദ്ദേഹം ഒരു ബുക്കും എഴുതിയിട്ടുണ്ടായിരുന്നു, കൗണ്ട് യുവർ ചിക്കൻ ബിഫോർ ദേ ഹാച്ച്. കോഴിക്കുഞ്ഞുങ്ങൾ വിരിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എണ്ണിക്കൊള്ളാനാണ് കക്ഷി പറഞ്ഞത്. നമ്മളിപ്പോൾ സാധാരണക്കാർ പറയുന്നത് ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻ ബിഫോർ ദേ ഹാച്ച് എന്നാണ്, വിരിഞ്ഞതിന് ശേഷം എണ്ണിയാൽ മതിയെന്നാണ്. പക്ഷേ ഇദ്ദേഹത്തിന് കുറച്ച് ബുദ്ധി കൂടുതലായതുകൊണ്ട്, കഴിവും ബുദ്ധിയും കൂടുതലായതുകൊണ്ട് അദ്ദേഹം ബുക്ക് എഴുതി കൗണ്ട് യുവർ ചിക്കൻ ബിഫോർ ദ ഹാച്ച്. അദ്ദേഹം കോഴിക്കുഞ്ഞുങ്ങളെ നേരത്തെ എണ്ണിയതുകൊണ്ടായിരിക്കണം അദ്ദേഹം ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത സിനിമ റോക്ക് സക്കോത്തോ റോക്കിലോ ബോക്സ് ഓഫീസിൽ 8 നിലയിൽ പൊട്ടി. എണ്ണാൻ കോഴിക്കുഞ്ഞ് പോയിട്ട് കോഴിക്കുഞ്ഞിൻ്റെ കൂടെ പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. എന്തായാലും ഈ അരിന്ദം ചൗധരി അതിനുശേഷം അത്ര പിക്ചറിലില്ല. അതിന് പകരം അല്ലെങ്കിൽ അതേ സ്ഥാനത്തോ അല്ലെങ്കിൽ
അതുപോലെയോ ഉയർന്നു വന്നൊരു പേരാണ് ഡോക്ടർ വിവേക് ബിന്ദ്ര. ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, ഓപ്പൺ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ കോംപ്ലിമെന്ററി മെഡിസിനിൽ നിന്ന് ഫിലോസഫിയിൽ ഡോക്ടറേറ്റ് എടുത്ത ഡോക്ടർ വിവേക് ബിന്ദ്ര നാട്ടുകാരെ എല്ലാം ഉദ്ബോധിപ്പിക്കാൻ, മോട്ടിവേഷൻ കൊടുക്കാൻ നടന്നിട്ട് സ്വന്തം കുടുംബത്തിലെ പ്രശ്നം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഡൊമസ്റ്റിക് വയലൻസിന് കേസുള്ള ഡോക്ടർ വിവേക് ബിന്ദ്ര. എന്തായാലും ഡോക്ടർ വിവേക് ബിന്ദ്രയും സന്ദീപ് മഹേശ്വരിയും തമ്മിലുള്ള വിഴുപ്പലക്കൽ തുടരുന്നുണ്ട്. അത് എന്താവുമെന്ന് നമുക്ക് കാത്തിരുന്നാണ്. അത് കൂടുതൽ മുന്നോട്ട് പോകില്ല, കാരണം രണ്ടുപേരും ഒരേ ഫീൽഡിലുള്ളവരാണ്. രണ്ടുപേർക്കും സർവൈവ് ചെയ്തുകൊണ്ട് ഈ പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോയാൽ അവിടെ സർവൈവൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, ഒരു ചോദ്യചിഹ്നമായി മാറാം. അതുകൊണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഡൈ ഡൗൺ ആവും, താനെ അത് ഇല്ലാതാവാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് ഇത് കേൾക്കുന്ന യുവാക്കളോട്, യുവതലമുറയോട് പറയാനുള്ളത്, 10 ദിവസത്തെ MBAയോ ഇങ്ങനെ എളുപ്പ വഴിയിലോ ഒന്നും ഒരു നേട്ടവും എത്താൻ പോകുന്നില്ല. ഇത്തരം വാഗ്ദാനങ്ങളെല്ലാം നിങ്ങളുടെ സ്വപ്നങ്ങളെ അവർ വിറ്റ് കാശാക്കുകയാണ്. സങ്കല്പ സുന്ദര ലോകം വാഗ്ദാനം ചെയ്ത് നിങ്ങളെ ചതിക്കുഴിയിൽ ചാടിക്കുകയാണ്. അതുകൊണ്ട് വിജയത്തിലേക്ക് ഒരിക്കലും വളഞ്ഞ വഴിയില്ലെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും. അരിന്ദം ചൗധരിമാരുടെയും വിവേക് ബിന്ദ്രമാരുടെയും വാക്കുകളിൽ വീഴാതിരിക്കുക. ശ്രമിച്ചാൽ നേടാൻ തന്നെ പറ്റും, അതിന് യാതൊരു സംശയമില്ല. നത്തിങ് ഗ്രേറ്റ് ഹാസ് എവർ ബീൻ അച്ചീവ്ഡ് ഈസിലി. മനസ്സിലാക്കുക, ഗ്രേറ്റ് ആയതൊന്നും എളുപ്പത്തിൽ ആരും നേടിയെടുത്തിട്ടില്ല. താങ്ക് യു.